നമസ്കാരം. വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ മാർച്ച് 14, 2026 മാർച്ച് 14 അന്തരിച്ച പ്രശസ്തനായ ജർമ്മൻ തത്വചിന്തകൻ ജർഗൻ ഹാബർമാസിനെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് 96 വയസ്സുണ്ടായിരുന്നു. 929 ജൂൺ 18 അദ്ദേഹം ജനിക്കുന്നത്. ആ ജനനകാലം നിങ്ങൾക്ക് നന്നായി അറിയാം. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച ഒരു കാലമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രാരംഭ ഒരുക്കങ്ങൾ നടക്കുന്നൊരു കാലമാണ്. ജർമ്മനിയിൽ സവിശേഷമായി നോക്കുമ്പോൾ ഈ ഫാസിസ്റ്റ് യുഗത്തിൻ്റെ, ഹിറ്റ്ലറുടെ നാസി യുഗത്തിൻ്റെ ഉദയമാണത്. ആ വിധത്തിൽ നോക്കിയാൽ ലോകം കണ്ട ഏറ്റവും തീക്ഷ്ണമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളിലൂടെ ആണ് ഹാബർമാസ് വളർന്നു വന്നത് എന്ന് കാണാം. ഹാബർമാസിൻ്റെ ബാല്യകൗമാരങ്ങളെല്ലാം തരണം ചെയ്യുന്നത് ഏറ്റവും രക്തരൂക്ഷിതമായ യൂറോപ്പിൻ്റെ ചരിത്രത്തിലൂടെയാണ്. അങ്ങനെ ഈ 96 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു 7 പതിറ്റാണ്ട് ലോക തത്വചിന്തയുടെയും സാമൂഹ്യ ചിന്തയുടെയും രാഷ്ട്രീയ ചിന്തയുടെയും ഏറ്റവും മുന്നണിയിൽ നിന്ന ചിന്തകനായി അദ്ദേഹം പരിലസിച്ചിരുന്നു. അദ്ദേഹം ഇടപെടാത്ത മേഖലകളില്ല. സംഭവബഹുലമായ ആ ജീവിതമാണ് ഈ മാർച്ച് 14 അവസാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതത്തിൻ്റെ മുമ്പിൽ, ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഹബർമാസ് എൻ്റെ ബാല്യകാലം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാസി റെജിമിനെ പിന്താങ്ങിയിരുന്ന ഒരാളാണ്. അതിനെ തുടർന്ന് അദ്ദേഹം 10നും 15നും വയസ്സ് ഇടയിൽ അദ്ദേഹം അവിടുത്തെ നാസി ഒരു യങ് ഗ്രൂപ്പിൻ്റെ, അവിടുത്തെ ഒരു യുവ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. താമസിയാതെ തന്നെ എന്താണ് ഈ ഫാസിസ്റ്റ് റെജീം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തിലുടനീളം ഒരു ആൻറ്റി ഫാസിസ്റ്റായി ജീവിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ച് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന ആ കാലഘട്ടം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ യുദ്ധാനന്തരം യൂറോപ്പിനുണ്ടായ വലിയ ചലനങ്ങൾ, തത്വചിന്തയിലും രാഷ്ട്രീയ ചിന്തയിലും വലിയ പരീക്ഷണങ്ങളും ചലനങ്ങളും കണ്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അന്നത്തെ ജർമ്മനിയിലെ ഏറ്റവും പ്രഗത്ഭമായ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ സ്വാധീനം ഹബർമാസിനുണ്ടാവുന്നു. ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ ഏറ്റവും പ്രധാന ചിന്തകനായ തിയോഡർ അഡോർണോയുടെ അസിസ്റ്റൻ്റായി അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഒക്കെ കൊണ്ടുവരുന്ന യുദ്ധാനന്തരം യൂറോപ്യൻ ചിന്തയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്, പിന്നീടത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പോസ്റ്റ് മോഡേൺ റെജിമിലേക്കൊക്കെ പരിവർത്തിക്കുന്ന, പോസ്റ്റ് മോഡേൺ ചിന്താധാരയിലേക്കൊക്കെ പരിവർത്തിക്കുന്ന ഒരു ചിന്തയുടെ തുടക്കം അവിടെ ഉണ്ടാവുകയാണ്. അത് നവോത്ഥാനത്തിൻ്റെ, എൻലൈറ്റ്മെൻറ്റിനെ തലതിരിച്ചു നിർത്തുകയാണ്. അതായത് ഫാസിസം അടക്കമുള്ള, ഇപ്പോൾ ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ സജീവമായ, യൂറോപ്പിനെ മൊത്തം വിറപ്പിച്ച ഈ ഫാസിസ്റ്റ് കാലഘട്ടത്തിനൊക്കെ ഉപോത്ബലകമായി തീർന്നത് ആധുനികതയുടെ അഥവാ എൻലൈറ്റ്മെൻറ്റിൻ്റെ തന്നെ ചില വിത്തുകളാണെന്നും എൻലൈറ്റ്മെൻറ്റിനെ ഒരു രക്ഷക പരിവേഷത്തിൽ നോക്കുന്നതിൽ അപകടമുണ്ടെന്നും യൂറോപ്യൻ ആധുനികതയ്ക്ക് ഹിംസാത്മകമായ ചില തലങ്ങളുണ്ടെന്നും ഉള്ള വിമർശനമാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്, അഡോർണോയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അവിടെ വച്ചാണ് ഈ ഗ്രാൻഡ് നരേറ്റീവ്സിനെ, ബൃഹദാഖ്യാനങ്ങളെ സംശയത്തോടു കൂടി കാണണം എന്ന ചിന്ത വരുന്നത്. രക്ഷക രൂപത്തിൽ വരുന്ന എല്ലാ ബൃഹദാഖ്യാനങ്ങളെയും, അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, ഇത്തരം ചിന്തകളെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി നോക്കേണ്ടതുണ്ട് എന്നും ഈ സൂക്ഷ്മ രാഷ്ട്രീയങ്ങൾ എന്ന നിലയിലുള്ള പുതിയ മേഖലകൾ വികസിച്ചു വരുന്നതും ഒക്കെ അക്കാലത്താണ്. അത് ആധുനികത മുന്നോട്ട് വച്ച, എൻലൈറ്റ്മെൻറ്റ് മുന്നോട്ട് വച്ച യുക്തിചിന്തയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ യുക്തിചിന്തയിൽ കിടക്കുന്ന സവർണനായ വെളുത്ത ഒരു യൂറോപ്യൻ മാൻ, അതിൻ്റെ
പിന്നിലുണ്ടെന്നും അതാണ് ആ പ്രോജക്റ്റിൻ്റെ കേന്ദ്രമെന്നും അതിനെ വിമർശിക്കാതെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുകയില്ല എന്ന ധാരണയിലേക്ക് ഈ ചിന്തകർ മാക്സ് ഹോഫ്കൈമർ ആകട്ടെ, അഡോണയാകട്ടെ, പിന്നെ അതുപോലെയുള്ള ചിന്തകരെല്ലാം ആ ധാരയിലേക്ക് വരികയാണ്. ഇവിടെ തന്നെയാണ് തൻ്റെ യൗവനാരംഭത്തിലെ പഠനങ്ങൾ ഉറപ്പിക്കുന്നത് ഹബർമാസും ഈ ചിന്തയെ പിൻപറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. പക്ഷേ അതേ സമയത്ത് ഹബർമാസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം യുക്തിചിന്തയെ പൂർണ്ണമായി അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നാണ്. യുക്തിചിന്തയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ എൻലൈറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ച യുക്തിചിന്തയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ആ റീസൺ പ്രശ്നങ്ങളുണ്ട്. അതിനെ ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി സാമൂഹികപരതയുള്ള അതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു യുക്തിചിന്തയെ ഉണരേണ്ടതുണ്ട് എന്ന ബോധം ഹാബർമാസ് മുന്നോട്ട് വയ്ക്കുന്നു. അതുമാത്രമല്ല, എൻലൈൻമെൻറ്റിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയോട് ഹാബർമാസ് വിരോധം പ്രകടിപ്പിക്കുന്നില്ല. നവോത്ഥാനം എന്ന് പറയുന്നത് പൂർത്തിയായ ഒരു പ്രോജക്റ്റ് അല്ല, അത് ഇനിയും പൂർത്തീകരിക്കേണ്ട, ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയാണ് എന്ന നിലയിൽ ഈ ധാരണ ഒരുപക്ഷെ അത് ഹെഗലിനെ മനസ്സിലാക്കുന്നതിലൂടെ, അതുവഴി കൂടുതൽ ആഴത്തിൽ മാർക്സിനെ മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ വന്നു ചേരുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു വലിയ തലം ഇവിടെ വരുന്നു. ഹബർമാസ് തന്നെ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ അടക്കം ഈ വരുന്ന നവ സ്കൂളുകൾക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവരൊട്ടും ഒപ്റ്റിമിസ്റ്റിക് അല്ല എന്നതാണ്. ശുഭോദർക്കമായ ലോകത്തെ പ്രതീക്ഷിക്കുന്നില്ല ഇവർ. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഇവരുടേത്. അതിനപ്പുറത്ത് മനുഷ്യനിൽ വിശ്വസിക്കാനും മനുഷ്യൻ്റെ സംഘബോധത്തിൽ വിശ്വസിക്കാനും അവർക്ക് പുതിയ ജീവിത അവസ്ഥകളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവരുടെ ശേഷിയിൽ, അവരുടെ സംഘബോധത്തിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള ഹബർമാസിൻ്റെ ശ്രമങ്ങളെ അവിടെ മുതൽ ഹബർമാസ് മരിക്കുന്നതുവരെയും ഒരു ഗാലിറ്റേറിയൻ, ഒരു മനുഷ്യ സമത്വത്തിൽ വിശ്വസിക്കുന്ന, ചൂഷണത്തിനെതിരെ നിൽക്കുകയും മനുഷ്യ സമത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്ന ആ രണ്ട് ധാരകളിൽ ഒരിക്കലും ഹബർമാസ് പുറകോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ ലോകത്തിലെ ഈ പോസ്റ്റ് മോഡേൺ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ട്രഡീഷനിലൊക്കെ വരുന്ന ചിന്തകരെയും ലോകത്തെ ഇടതുപക്ഷ ചിന്തകരെയും ഈ പോസ്റ്റ് മോഡേൺ ധാരയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ഇടതുപക്ഷ ചിന്തകരെയൊക്കെ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ ഹാബർമാസിനെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഈ രണ്ട് കാര്യത്തിലാണ്. ഹാബർമാസ് അതിന് ഹെഗലിനെയും മാർക്സിനെയൊക്കെ വീണ്ടും സന്ദർശിക്കുകയും അവിടെ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയും കൂടുതൽ സാമൂഹികപരമായ ഒരിടത്തെ, ഒരു പൊതു ഇടത്തെ, അതിൻ്റെ ഒരു സോഷ്യൽ നിർമ്മിതിയെ പുണരുകയും ചെയ്യുകയാണ് ഹാബർമാസ്. ഹബർമാസിൻ്റെ ഇടപെടലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിലൊന്ന് ആയി കാണുന്നത് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന പൊതുവിടങ്ങളെക്കുറിച്ചുള്ള, പബ്ലിക് സ്പിയറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പുസ്തകമാണ്. ആ പുസ്തകം വരുന്നത് വളരെ മുന്നെയാണ്, 60കളുടെ ആദ്യമാണ് ആ പുസ്തകം ജർമ്മനിയിൽ വരുന്നത്. പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഏകദേശം 25-30 വർഷത്തിന് ശേഷമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ഈ ആശയങ്ങൾ പൂർണ്ണമായും ലോകത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത് വളരെ താമസിച്ചിട്ടാണ്. ഈ പബ്ലിക് സ്പേസിനെ കുറിച്ച് ഹബർമാസ് വയ്ക്കുന്നത് ആശയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ആധുനികതയോടൊപ്പം യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരു പൊതുവിടമുണ്ട്, ഒരു പബ്ലിക് സ്പിയർ. അത് രൂപപ്പെട്ടത് പുറത്തുനിന്ന്, മനുഷ്യൻ അവൻ്റെ സ്വകാര്യ ഇടങ്ങൾ വിട്ട് പുറത്തു വന്ന് കോഫി ഹൗസുകളിലും സലൂണുകളിലും പൊതുവിടങ്ങളിലും സെമിനാർ ഹാളുകളിലും സാഹിത്യ ചർച്ചാ ഗ്രൂപ്പുകളിലും രാഷ്ട്രീയ പ്രസംഗങ്ങളോ ചർച്ചകളോ നടക്കുന്ന ഇടങ്ങളിലുമൊക്കെ മനുഷ്യൻ ഒത്തുകൂടിയിട്ട് പൊതുവായ കാര്യങ്ങൾ, രാജ്യത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ മനുഷ്യവംശത്തെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തത് വഴി രൂപപ്പെട്ടു വന്ന ഒരു പബ്ലിക് സ്പിയർ ഉണ്ട്. ആ പബ്ലിക് സ്പിയറിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ സ്വകാര്യ ഇടത്തിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രൈവറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ കൺസേൺ നമ്മുടെ പ്രൈവറ്റ് കൺസേൺ മാത്രമാണ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പബ്ലിക് ആവുന്നു, നമ്മൾ മറ്റൊരാളുമായിട്ട് ഇടപെടുന്നു. അയാളുമായിട്ട് എനിക്കും അയാൾക്കും ഒരുപക്ഷെ മറ്റു പല മനുഷ്യർക്കും ബാധകമായ ഒരു പൊതു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു.
ഇങ്ങനെ സംസാരിച്ച് രൂപപ്പെട്ടതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പൊതു ഫാബ്രിക് എന്ന് പറയുന്നത്. ഡെമോക്രസിയുടെ ആ ഫാബ്രിക് ഡെവലപ്പ് ചെയ്തത് ഈ പൊതുമണ്ഡലത്തിൽ നിന്നാണ് എന്ന്, അത് ആധുനികതയോടൊപ്പം ഉയർന്നു വന്നതാണ്, അതിനു മുന്നേ ഉള്ളതല്ല എന്ന് അത് നമുക്ക് സത്യമാണെന്ന് മനസ്സിലാവും. ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പൊതുവിടമാണ്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്തത്, അവിടെയാണ് മനുഷ്യ നന്മയെക്കുറിച്ച് ചർച്ച ചെയ്തത്, അവിടെയാണ് ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ സാഹിത്യ അഭിരുചിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സാഹിത്യം തന്നെ നമുക്കിടയിൽ അങ്ങനത്തെ ഒരു പൊതുവിടത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പല മനുഷ്യരിലേക്ക് ഒരു പുസ്തകം കടന്നു ചെല്ലുമ്പോൾ ഈ പല മനുഷ്യർക്കും ഇടയിൽ അവർ പരസ്പരം കാണാതെ തന്നെ രൂപപ്പെടുന്ന ഒരു പൊതുചിന്തയുടെ ധാരയുണ്ട്. ഇപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു, ലോകം മുഴുവൻ വായിക്കപ്പെട്ട പുസ്തകമാണ്. അത് സ്നേഹത്തിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, ക്രിസ്ത്യാനിറ്റിയെ തന്നെ മറ്റൊരു തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ, മനുഷ്യരെ നോക്കാനുള്ള, എങ്ങനെയാണ് നോക്കുന്നത്, ഒരു കള്ളനെ തന്നെ നോക്കുമ്പോൾ എങ്ങനെ നോക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ധാരണകൾ പരസ്പരം കാണാത്ത മനുഷ്യരിൽ തന്നെ കോമണായി ഉണ്ടാക്കുകയാണ്. അതൊരു പൊതുവിടത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, നമ്മൾ ചായക്കടകളിൽ കലിങ്ങിലിരുന്ന് റോഡ് വക്കത്തിരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയതൊക്കെ. അപ്പോൾ അവിടെ ചർച്ച ചെയ്തുണ്ടായതാണ് നമ്മുടെ ഒരു പൊതുമണ്ഡലം. അവിടെയാണ് ആശയങ്ങൾ ഇങ്ങനെ തർക്കിക്കുകയും രൂപപ്പെടുകയും നവീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പൊതുമണ്ഡലം ആധുനികതയോടൊപ്പം വളർന്നു വന്ന ഒന്നാണെന്നും ആ ബൂർഷ്വാ പബ്ലിക് സ്പിയർ പതിയെ നഷ്ടപ്പെടുന്നതായി ഹാബർമാസ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ അവസ്ഥയെ നോക്കുമ്പോൾ നമ്മൾ 2000-ൻ്റെ തുടക്കം അല്ലെങ്കിൽ 90-കളുടെ ആരംഭത്തോടു കൂടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, മനുഷ്യർ വീണ്ടും ഈ പൊതുവിടങ്ങളിൽ നിന്ന് തിരികെ പോയി. പൊതുവിടങ്ങൾ പലതരത്തിൽ അപ്രത്യക്ഷമാവുന്നത്, കോടതി വ്യവഹാരങ്ങളിലൂടെ തന്നെ റോഡിലൊക്കെയുള്ള മനുഷ്യരുടെ ആക്സസിന് ചിലതരം തടസ്സങ്ങളുണ്ടായി. ജാഥ നടത്തുന്നതിലോ പൊതുനിരത്തിൽ നിൽക്കുന്നതിലോ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലോ ഒക്കെ ചില ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. പബ്ലിക് എന്ന ആ സങ്കല്പത്തിനകത്ത് തന്നെ നിയമപരമായി തന്നെ ഇടപെടാൻ സ്റ്റേറ്റുകൾ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ TV വന്നു, മൊബൈൽ ഫോൺ വന്നു, മനുഷ്യൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയൊക്കെ മനുഷ്യരും തമ്മിൽ കണ്ടുമുട്ടുന്ന, തർക്കിക്കുന്ന, ചർച്ച ചെയ്യുന്ന, ഒരുമിച്ചിരിക്കുന്ന, തമാശകൾ പറയുന്ന, അവരുടെ പേഴ്സണൽ എന്ന് നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറത്ത് ജനറലായി നമ്മൾ സംസാരിക്കുന്ന ഒരു ലോകം കുറഞ്ഞു വരികയാണ്. ഇതാണ് ഈ പബ്ലിക് സ്പിയറിൻ്റെ ആബ്സെൻസ് കൊണ്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് വളരെ ഗൗരവമുള്ളതൊന്നാണ് എന്ന്, ഇത് യൂറോപ്പിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇത് കുറച്ചുകൂടെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്, ഇത് വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് ഹാബർമാസ് തിരിച്ചറിയുന്നുണ്ട്. അതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമേഷൻ ഓഫ് ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ആശയത്തിൽ ഹാബർമാസ് പറയാൻ ശ്രമിക്കുന്നത്. ഈ സമയത്ത് പറയേണ്ടുന്ന മറ്റൊന്ന്, ബെനഡിക്ട് ആൻഡേഴ്സൻ്റെ ഇമാജിൻഡ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ആൻഡേഴ്സൺ പറയുന്നത് ഈ ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നതിന് തന്നെ കാരണമായി തീർന്നത് ഇതുപോലത്തെ ഒരു പബ്ലിക് സ്പിയർ ആണെന്നാണ്. ഇപ്പോൾ ഇന്ത്യ എന്നത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത്? ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടല്ല, ഇന്ത്യയിലല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വീട്ടിലും അത് നിൽക്കുന്ന വളരെ ചെറിയൊരു പ്രദേശത്തുമാണ്. അപ്പോൾ ഇന്ത്യ എന്നൊരു പൊതുബോധം നമ്മളിലേക്ക് വരികയില്ല, അല്ലെങ്കിൽ കേരളം എന്നൊരു പൊതുബോധത്തിനുള്ളിലല്ല നമ്മളെപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ വളരെ പ്രൈവറ്റായ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇടുങ്ങിയ ഒരു പ്രദേശത്തിൽ ഒതുങ്ങി നിന്നാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ രാവിലെ പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ന്യൂസ് കാണുമ്പോഴോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പത്രം വായിക്കുമ്പോൾ നമ്മൾ പത്രത്തിൽ കേരളം എന്ന പൊതുധാരണയിൽ വന്നിട്ടുള്ള ധാരാളം വാർത്തകൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് രാജ്യം എന്ന നിലയിൽ കണ്ടുകൊണ്ടുള്ള ധാരാളം വാർത്തകൾ വായിക്കുന്നു. ഇപ്പോൾ 1,00,000 ആളുകൾ കേരളത്തിൽ രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് പത്രം വായിക്കുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ എല്ലാവരും ഇന്ത്യ എന്നോ കേരളം എന്നോ ഒക്കെ പറയുന്ന ഒരു വലിയ ഭൂപ്രകൃതിയെ ഉള്ളിൽ കരുതിക്കൊണ്ടുള്ള വാർത്തകളിലേക്ക് ജീവിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിൽ ഒരു ഹോമോജനസ് ആയിട്ടുള്ള ഒരു സീറോ ടൈം രൂപപ്പെടുന്നു എന്ന് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. അവിടെ വച്ചാണ് തിരശ്ചീനമായി ഉണ്ടാവുന്ന ഈ സമയ സ്ഥല ഇടത്തിൽ വച്ചാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് മനുഷ്യർ വരുന്നത്, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന അതൊരു യാഥാർത്ഥ്യമായി തീരുന്നത്.
അങ്ങനെ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയാസ്, അതുപോലത്തെ പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരേ സമയത്ത് ഒരു മുണ്ട് നിവർത്തിപ്പിടിച്ചതുപോലെ, 4 മൂലയിൽ നിന്നും ഒരു മുണ്ട് നിവർത്തിപ്പിടിച്ചതുപോലെ പരസ്പരം അറിഞ്ഞുകൂടാത്ത, അദൃശ്യരായ, മുമ്പ് കണ്ടിട്ടില്ലാത്ത, പേരറിഞ്ഞുകൂടാത്ത ഈ മനുഷ്യരെല്ലാം ഒരാശയത്തിൻ്റെയോ ഒരു പേരിൻ്റെയോ ഒരു സങ്കല്പത്തിൻ്റെയോ പങ്കുകാരായി ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു പൊതുമണ്ഡലം ഉണ്ടായി വരുന്നതിനെക്കുറിച്ച് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. അങ്ങനെയാണ് ദേശരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. ഇത് ഈ പബ്ലിക് സ്പിയറിനെ കുറിച്ചുള്ള ഹബർമാസിൻ്റെ ആശയത്തോട് വളരെ ചേർന്ന് വരുന്നൊരാശയമാണ്. പക്ഷേ നാഷണലിസ്റ്റ് മൂവുകളെ കുറിച്ചൊക്കെയാണ് ആൻഡേഴ്സൺ പറയുന്നതെങ്കിൽ ഹബർമാസ് അങ്ങനെയല്ല. ലോകം മുഴുവൻ, അത് ട്രാൻസ്നാഷണലായി തന്നെ ഉണ്ടാവുന്ന പബ്ലിക് സ്പിയറിനെ കുറിച്ച് ഹബർമാസ് പറയുന്നുണ്ട്. പക്ഷേ അതിന്മേൽ വന്നിട്ടുള്ള ഹബർമാസിൻ്റെ ഈ പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പുറത്ത് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശം എന്ന് പറയുന്നത്, ബൂർഷ ഒരു പൊതു പബ്ലിക് സ്പിയറിനെ കുറിച്ച് മാത്രമേ ഹബർമാസ് പറയുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ദളിതരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ഒക്കെയുള്ള അവിടെ ആ മേഖലകളിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഇവിടെ കൗണ്ടർ പബ്ലിക് സ്പിയറുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ ദളിത് ചിന്തകളുടെയോ പങ്കുവയ്ക്കലിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ അങ്ങനെയൊക്കെയുള്ള വളരെ മൈനറായ ഈ കൗണ്ടർ കൾച്ചറിൻ്റെയോ അല്ലെങ്കിൽ കൗണ്ടർ കോമൺ പ്ലേസുകളുടെയോ ഈ പൊതുമണ്ഡലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അത് ഹബർമാസ് പരിഗണിച്ചിട്ടില്ല. അതും സത്യമാണ്. ആ പറയുന്ന കാര്യം ഒരു വാലിഡായ വിമർശമാണ്. പക്ഷെ ഹബർമാസ് പൊതുവിൽ പൊതുമണ്ഡലം എന്ന് പറയുന്ന കാര്യത്തിനകത്തും വസ്തുതകളുണ്ട്. ഈ 2 കാര്യങ്ങളും ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ആ വിമർശം വളരെ ബലവത്തായ, ആക്റ്റീവായ ഒരു വിമർശമാണ്. ആ വിമർശം കേൾക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഹബർമാസിൻ്റെ സംഭാവനകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ഹബർമാസിൻ്റെ മറ്റു മേഖലകളിൽ ഇപ്പോൾ ഭാഷാശാസ്ത്രത്തിലെ സംഭാവനകളുണ്ട്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട സംഭാവനകളുണ്ട്, തത്വശാസ്ത്രത്തിൽ സവിശേഷമായി ചെയ്തിട്ടുള്ള ചില സംഭാവനകളുണ്ട്. അത്തരം സംഭാവനകളെക്കുറിച്ച് ഈ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയില്ലാത്ത കുറച്ച് നീണ്ടുപോകും. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.